ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പന്റെ മുതൽക്കട്ടവർ രക്ഷപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും ജനീഷ്. മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാത്തതിൽ ഗുരുവായൂരിൽ ഭക്തരുടെ പ്രതിഷേധം. ഭക്തർ ക്യൂ സംവിധാനങ്ങൾ തകർത്തു. ദർശനത്തിന് തുല്യനീതി ഉറപ്പാക്കണമെന്ന് ആവശ്യം. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് സമീപത്തെ പറമ്പിലെ പുല്ലിന് തീപിടിച്ച് രാമച്ച കൃഷി കത്തിനശിച്ചു. അണ്ടത്തോട് സ്വദേശി ജനാർദ്ദനന്റെ 3 ഏക്കറോളം വരുന്ന രാമച്ച കൃഷിയാണ് കത്തിനശിച്ചത്. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓടുപൊളിച്ച് ഓട്ടുപാത്രങ്ങളും പൂജാ സാമഗ്രികളും കവർന്നു. ഗുരുവായൂരിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽക്കുത്തേറ്റു. നെന്മിനി മിച്ചഭൂമി കോളനിക്ക് സമീപം പുല്ലുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽക്കൂട്ടം ആക്രമിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വളരെ രഹസ്യമായാണ് SIT CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കോടതി നിയോഗിച്ച SITക്ക് സ്വാതന്ത്ര്യം വേണം. സമ്മർദ്ദത്തിന് വഴങ്ങരുത്. കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹവും നഷ്ടപ്പെട്ടേനെ. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ പോയവർക്കെല്ലാം CPM സംരക്ഷണം നൽകുന്നുണ്ട്. മട്ടത്തൂരിൽ നടന്നത് പ്രാദേശിക വാശിയായിരുന്നു. കോൺഗ്രസ് അംഗങ്ങൾ ആരും BJPയിൽ പോയിട്ടില്ല. കേരളത്തിൽ UDFന് ഒരേ നിലപാടാണുള്ളതെന്നും മുഖ്യമന്ത്രി കാളവെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വെച്ചില്ല, അതുകൊണ്ട് അവരെ പുറത്താക്കി. അവർക്കെതിരെ നടപടിയെടുത്തു. അവരത് മാറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഒരു വാശിയുടെ പ്രശ്നം. കോൺഗ്രസിന്റെ ഒരു റിബലിനെ CPM കൊണ്ടുപോയി. അയ്യപ്പന്റെ മുതൽക്കട്ടവർ രക്ഷപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അകലാട് മുനായിനിയിൽ ഗാന്ധിഗ്രാമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര മാനങ്ങളുള്ള തട്ടിപ്പുണ്ട് എന്നാണ് സൂചന. അന്വേഷണത്തിന് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വേണം. അന്വേഷണം വഴി തിരിച്ചുവിടാൻ ആരും കരുതണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് CPM പറയുന്നത്. എന്നാൽ വാസ്തവം CPIക്ക് മനസ്സിലായെന്നും ചെന്നിത്തല പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇടതുമുന്നണിയെ പുറന്തള്ളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ മുന്നോടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉചിതമായി കൈക്കൊള്ളുമെന്നും ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ 9.5 വർഷത്തിനിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാറടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോട്, PSCയുടെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമനങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. DYFI ഉൾപ്പെടെ AYF ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് എന്ത് എന്ന് ഈ വിഷയത്തിൽ കൃത്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരോടും PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 100 കണക്കിന് ചെറുപ്പക്കാരോടുമുള്ള കടുത്ത വഞ്ചനയാണ് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമനങ്ങൾ. DYFI, AIYF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ മുന്നേറ്റമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്.
കേരള സർക്കാരാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയതെന്ന സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണ്. അഡ്വൈസ് മെമ്മോ പെരുപ്പിച്ചു കാട്ടിയുള്ള കണക്കാണ് പറയുന്നത്. ഇതുവരെ എത്ര നിയമനങ്ങൾ നടത്തിയെന്ന കണക്ക് സർക്കാർ പുറത്തുവിടണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയമായും നിയമപരമായും ഈ രാഷ്ട്രീയ തട്ടിപ്പിനെ യൂത്ത് കോൺഗ്രസ് നേരിടുമെന്നും OJ ജനീഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടെന്ന കണക്ക് സർക്കാർ പുറത്തുവിടണം. പലപ്പോഴും SITയുടെ അന്വേഷണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ചുവ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ജനീഷ് പറഞ്ഞു. TCV തൃശൂർ. മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജന രോഷം. ക്യൂ സംവിധാനങ്ങൾ തകർത്തു. പുതുവർഷ പുലരിയിൽ നിർമ്മാല്യ ദർശനം തേടി കാത്തുനിന്നിരുന്ന ഭക്തരാണ് പ്രതിഷേധിച്ചത്. രാവിലെ ശീവേലി കഴിഞ്ഞിട്ടും ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. എന്നാൽ VIPകൾക്ക് ദർശനം അനുവദിച്ചതോടെ ഭക്തർ ക്ഷുഭിതരായി. സെക്യൂരിറ്റി ജീവനക്കാരുമായി ഭക്തർ തട്ടിക്കയറി. ഇതോടെ ഉന്തും തള്ളുമായി. പ്രതിഷേധം കനത്തതോടെ നടപ്പന്തലിലെ ക്യൂ സംവിധാനത്തിനായി സ്ഥാപിച്ച ബാരിക്കേഡുകളും ചങ്ങലകളും ഭക്തർ തകർത്തെറിഞ്ഞു. നടപ്പന്തലിൽ ഒന്നിച്ചുകൂടിയ ജനങ്ങൾ ഉച്ചത്തിൽ നാമജപം നടത്തി പ്രതിഷേധിച്ചു. ദേവസ്വം അധികൃതരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഭക്തർ രൂക്ഷമായി പ്രതികരിച്ചു. ക്യൂവിൽ നിൽക്കുന്ന തങ്ങളെ കടത്തിവിടാതെ ഇനി ഒരാളെ പോലും സ്പെഷ്യൽ പാസ് വഴി പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലായിരുന്നു ഭക്തജനങ്ങൾ. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദർശന ക്രമീകരണങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. സാധാരണക്കാരായ ഭക്തരെ അവഗണിക്കുന്ന ദേവസ്വം നടപടി അവസാനിപ്പിക്കണമെന്നും ദർശനത്തിന് തുല്യനീതി ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് പടിഞ്ഞാറ് ഭാഗം പറമ്പിലെ പുല്ലിന് തീപിടിച്ച് രാമച്ച കൃഷി കത്തിനശിച്ചു. അണ്ടത്തോട് സ്വദേശി ജനാർദ്ദനന്റെ 3 ഏക്കറോളം വരുന്ന രാമച്ച കൃഷിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. തീ പടരുന്നത് കണ്ട് നാട്ടുകാർ തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കാറ്റിൽ തീ ആളിപ്പടരുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK ഹംസകുട്ടി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓടുപൊളിച്ച് ഉരുളിയും വിളക്കുകളും കവർന്നു. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. 22 കിലോയിലേറെ തൂക്കമുള്ള സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത്. ഡിസംബർ 26-ാം തീയതി ക്ഷേത്രത്തിൽ 10ാമത് ആഘോഷം നടന്നിരുന്നു. ഇതിനുശേഷം 2 ദിവസം മുൻപ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. കഴിഞ്ഞ മാസം 2 നിലവിളക്കുകൾ മോഷണം പോയിരുന്നു. അതിനു മുൻപ് ഭണ്ഡാരത്തിന്റെ താഴ് തകർത്തതിനു ശേഷം മോഷ്ടാവ് കൊണ്ടുവന്ന താഴിട്ട് പൂട്ടിയ ഭണ്ഡാരത്തിൽ നിന്ന് പല തവണ പണം കവർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. നെന്മിനി മിച്ചഭൂമിയിൽ അറക്കപ്പറമ്പിൽ ഷക്കീർ, തൂമാട്ടിൽ പ്രേമൻ, പൊന്നത്ത് ഭാർഗവി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. നെന്മിനി മിച്ചഭൂമി കോളനിക്ക് സമീപം റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള പുല്ലുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽക്കൂട്ടം ആക്രമിച്ചത്. 3 പേരും പ്രാഥമിക ചികിത്സ തേടി. പുന്നയൂർ പഞ്ചായത്ത് അകലാട് പട്ടികജാതി ഉന്നതിയിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഗാന്ധിഗ്രാമം ഉണ്ടാകുമെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 16ാമത് ഗാന്ധിഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ അകലാട് നായാടി ഉന്നതിയിലെത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് കൃത്യമായി ഇവരുടെ കൈകളിൽ എത്തുന്നില്ലെന്നും അത് അവർക്ക് നേടിയെടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക. 1. 2, അത് ആ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ കൊണ്ടുവരിക. 3, സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആ കോളനിയുടെ വികാസത്തിനും പുരോഗതിക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. മുതിർന്ന അംഗം യശോദാമ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കോർഡിനേറ്റർ CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ AH ഷിബു, ഷാനിമോൾ ഉസ്മാൻ, AA ഷുക്കൂർ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അമലൂരിൽ ദേശീയപാതയോരത്ത് ആക്രി പെറുക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കോൺക്രീറ്റ് സ്ലാബ് വീണ് ഗുരുതര പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹസീം ഷെയ്ഖിനാണ് പരിക്കേറ്റത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട പഴയ സ്ലാബുകളിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. സമീപത്തുണ്ടായിരുന്ന വലിയ സ്ലാബ് ഇയാളുടെ ദേഹത്തേക്ക് മറഞ്ഞു വീഴുകയായിരുന്നു. സ്ലാബിനടിയിൽ കുടുങ്ങിയ ഇയാളെ ക്രെയിൻ എത്തിച്ചാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ
ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ വിജീഷ്, ടി.എച്ച്. വിഷ്ണു, എം. മനു, ജിതിൻ ജോസഫ്, അഖിലേഷ്, ഹോംഗാർഡ് സുരേഷ്, രഘുനാഥൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പാർലിക്കാട് പാൽ സൊസൈറ്റിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. വരവൂർ സ്വദേശി ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തു. ശ്രീജിത്ത് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരടിയം കൂപ്പപാലത്തിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു വയസ്സുകാരി മരിച്ചു. ഇരവിമംഗലം സ്വദേശി നടുവിൽ പറമ്പിൽ വീട്ടിൽ റിൻസൺ മകൾ എമിലിയയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന എമിലിയയുടെ സഹോദരനും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. റോഡിൽ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിലിടിച്ചാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കൊടുങ്ങല്ലൂർ എടവലങ്ങിൽ വീടിന് നേരെ ആക്രമണം. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. എടവലങ്ങ് വിലങ്ങപ്പാടം പുത്തൻകാട്ടിൽ പ്രതാപന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. CPM അനുഭാവിയാണ് പ്രതാപൻ. E.T. ടൈസൺ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ CA ഷഫീർ, നിഷ അജിതൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പാലക്കാട് ഗവൺമെന്റ് ഡിസ്റ്റിലറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനിരിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് പൊതുജനങ്ങളിൽ നിന്ന് പേര്, ലോഗോ എന്നിവ ക്ഷണിച്ച് സമ്മാനം വാഗ്ദാനം ചെയ്ത് പരസ്യം നൽകിയതിനെതിരെ KPCC സെക്രട്ടറി മുൻ കോർപ്പറേഷൻ കൗൺസിലറുമായ ജോൺ ഡാനിയൽ പരാതി നൽകി. പരസ്യം നൽകിയ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും അതിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിനെതിരെയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. സംസ്ഥാനത്തിന്റെ മദ്യനയത്തിനും നിലവിലുള്ള നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഹോട്ടലുകളിലെയും മറ്റ് ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ കുത്തനെയുള്ള വിലവർധന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് ആശങ്കയുണ്ട്. യാത്രക്കാർ മദ്യപിച്ച് ട്രെയിനിൽ കയറി അക്രമമുണ്ടാക്കുന്നത് തടയാൻ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി റെയിൽവേ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ അധികാരപരിധിയുള്ള റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നാണ് ബെവ്കോയ്ക്ക് കത്ത് നൽകുക. സ്റ്റേഷനുകളുടെ 500 മീറ്റർ ദൂരപരിധിയിൽ നിന്ന് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റണമെന്നാണ് ആവശ്യം. എല്ലാവരോടും തുല്യനിലയിൽ പെരുമാറി തങ്ങളുടെ കടമകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. CPI ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിലെ അധികാരത്തിന്റെ ഹുങ്കിലും പണത്തിന്റെ ബലത്തിലുമെല്ലാം വർഗീയ ശക്തിയായ BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. UDFന്റെയും ലക്ഷ്യം ഇതുതന്നെയാണ്. രണ്ട് മുന്നണികളെയും നേരിടുന്നതിന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിനും ജനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്ക് കഴിയുമെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സേഫ് ഓട്ടോ പദ്ധതിക്ക് തുടക്കമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത യാത്രയൊരുക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി 112 എന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ ഓട്ടോകളിൽ പ്രദർശിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ G. ശങ്കരപ്പിള്ള, സഫ്ദർ ഹഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ G. ശങ്കരപ്പിള്ള അനുസ്മരണ പ്രഭാഷണവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ K. ഗിരീഷ് സഫ്ദർ ഹഷ്മി അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു.
പുതുവത്സരത്തെ വരവേറ്റ് ഗുരുവായൂരിൽ നടന്ന 4ാമത് നാഗസ്വരം തവിൽ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി. മംഗളവാദ്യം, കച്ചേരികൾ, വിവിധ കലാകാരന്മാർ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് നാഗസ്വര പഞ്ചരത്നവും തനിയാവർത്തനവും അരങ്ങേറി. തുടർന്ന് നടന്ന സമാദരണ സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ നാദബ്രഹ്മ പുരസ്കാരം നാഗസ്വരം വിദ്വാൻ വെട്ടിക്കവല കെ എൻ ശശികുമാറിനും തവിൽ വിദ്വാൻ ഓച്ചിറ ഭാസ്കരനും മട്ടന്നൂർ ശങ്കരൻകുട്ടി സമ്മാനിച്ചു. 25,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ബി കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ, ഗുരുവായൂർ മുരളി, ആറന്മുള ശ്രീകുമാർ, ചവറ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുവർഷത്തിൽ തന്റെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് ചാലക്കുടി കൂടപ്പുഴയിലെ വീട്ടമ്മ തൈക്കൂട്ടത്തിൽ ഗീത. ഏറെ പരിപാലിച്ചു വന്നിരുന്ന 2.5 വയസ്സുള്ള പോത്തിനെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. 60കാരിയായ ഗീത പശുവിനെ പരിപാലിച്ച് പാല് വിറ്റും പോത്തിനെ വളർത്തിയുമാണ് ഉപജീവനം നടത്തിവരുന്നത്. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചതിന് ശേഷം തനിച്ചാണ് താമസം. കുട്ടാടം പാടത്ത് കെട്ടിയിരുന്ന പോത്തിനെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. ഇരുമ്പ് കമ്പിയിൽ കെട്ടിയ കയർ അറുത്തായിരുന്നു മോഷണം. പ്രദേശത്തെ കർഷക കുടുംബങ്ങളെല്ലാം പകൽ സമയത്ത് കുട്ടാടം പാടത്താണ് പോത്തുകളെ മേയാൻ വിടുന്നത്. രാത്രി അവിടെ തന്നെ കെട്ടിയിടും. പരിസരവാസികളുടെ പോത്തുകളെല്ലാം അവിടെ തന്നെയുണ്ട്. എന്നാൽ ഗീതയുടെ പോത്തിനെ മാത്രമാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ രാത്രി ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടതായി അയൽവാസികൾ പറഞ്ഞു. പ്രദേശത്ത് പുറമേ നിന്നുള്ളവരുടെ മദ്യപാനവും ചീട്ടുകളിയും പതിവാണെന്ന് പറയുന്നു. സംഘത്തിലെ ആരെങ്കിലും ആയിരിക്കും പോത്തിനെ മോഷ്ടിച്ചതെന്ന് സംശയിക്കുന്നതായി ഗീത പറഞ്ഞു. ഇവിടെ കുടിക്കാനും ഏത് നേരത്തുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പാടത്തേക്ക് വരാനേ പറ്റില്ല. തെറിയുടെ പൂരം പല പ്രശ്നങ്ങളാണ് ഈ പാടത്ത്. അത് മനഃപൂർവ്വം അറിഞ്ഞു വെച്ചിട്ട് തന്നെ കൊണ്ടുപോയത് എന്റെ പോത്തിനെ. എന്ന് വെച്ചാൽ അവിടെ അപ്പുറത്ത് ഇഷ്ടംപോലെ പോത്തുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതും കൊണ്ടൊക്കെ ജീവിക്കണേ. പിന്നെ ഒരു പശുണ്ട്, അതിനെ കറക്കും, അതിനെ കൊണ്ടുനടന്നാണ് ജീവിക്കണത്. എനിക്ക് വേറൊരു ആശ്രയം ഇല്ല. ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഗീത. TCV ന്യൂസ്, ചാലക്കുടി. തളിക്കുളം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തമ്പാൻ കടവിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് വാടാനപ്പള്ളി പോലീസ് 16കാരനെ മർദ്ദിച്ചെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ അംഗം ബി ഗീതയുടെ നിർദ്ദേശാനുസരണമാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തിയത്. പിടികൂടിയ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 11 പേരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുമുണ്ടായിരുന്നു. അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസെടുക്കാതെ വിട്ടയച്ചതാണെന്നും എന്നാൽ ഇയാൾ അശ്വിനി ആശുപത്രിയിൽ ചെന്ന് പോലീസ് മർദ്ദനമേറ്റതായി മൊഴി നൽകി ചികിത്സ തേടിയതാണെന്നും പോലീസ് കമ്മീഷനെ അറിയിച്ചു. കേസെടുത്തതിന്റെ വിരോധത്താലാണ് പോലീസ് മർദ്ദിച്ചുവെന്ന വാർത്ത പ്രചരിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പരാതിക്കാരനായ രവീന്ദ്രൻ സിറ്റിംഗിൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കേസ് തീർപ്പാക്കി. മാതൃസ്നേഹത്തിന്റെ വേറിട്ട കാഴ്ചയുമായി പൂച്ചക്കുഞ്ഞിനെ മുലയൂട്ടുന്ന നായ. പട്ടിയും പൂച്ചയും ബദ്ധവൈരികളാണെന്നാണ് പൊതുവെയുള്ള ധാരണ. പട്ടിയുടെ മുന്നിലേക്ക് പൂച്ചയെ പിടിച്ചിട്ട പോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. എന്നാൽ ഈ ധാരണയെ പൊളിച്ചെഴുതുകയാണ് മറ്റത്തൂർ വാസുപുരത്തുള്ള എളയെടുത്ത് രാധമ്മയുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും. അമ്മയും കുഞ്ഞുമായാണ് ഇവർ ഈ വീട്ടിൽ കഴിയുന്നത്. രാധമ്മയുടെ വീട്ടിലേക്ക് എവിടെ നിന്നോ എത്തിപ്പെട്ടതാണ് പെൺപട്ടി. ഇതിനിടെ ഒരു പൂച്ചക്കുഞ്ഞും രാധമ്മയുടെ വീട്ടിലെത്തിപ്പെട്ടു. വിരുന്നുകാരിയായി എത്തിയ പൂച്ച വൈകാതെ വീട്ടിലെ ഒരംഗമായി മാറി. 2 മാസം മുൻപ് ഈ പെൺപട്ടി പ്രസവിച്ചു. 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വൈകാതെ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞും ചങ്ങാത്തത്തിലായി. പിന്നീട് പട്ടിക്കുഞ്ഞുങ്ങളെ നാട്ടുകാരിൽ ചിലരെത്തി വളർത്താനായി കൊണ്ടുപോയി. മക്കളെ കാണാതായതോടെ അമ്മപ്പട്ടിയുടെ വാത്സല്യം പൂച്ചക്കുഞ്ഞിന് ലഭിച്ചു. ആദ്യമൊക്കെ പൂച്ചക്കുഞ്ഞ് അടുത്തെത്തുമ്പോൾ മുരണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചിരുന്ന പട്ടി പിന്നീട് തന്റെ കുഞ്ഞിനെ എന്ന പോലെ പൂച്ചക്കുഞ്ഞിനെ സ്നേഹിക്കാനും മുലയൂട്ടാനും തുടങ്ങി. ഇപ്പോൾ പെൺപട്ടിയുടെ മാതൃസ്നേഹം നുണഞ്ഞാണ് പൂച്ചക്കുട്ടി വളരുന്നത്. പട്ടിയും പൂച്ചയും തമ്മിലുള്ള അസാധാരണ ബന്ധം കണ്ട് വിസ്മയിക്കുകയാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടകര. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെയും കൃഷി നശിപ്പിക്കുന്ന പക്ഷികളെയും ഉപദ്രവിക്കാതെ ഓടിക്കാൻ PVC പൈപ്പ് കൊണ്ട് നിർമ്മിച്ച പ്രത്യേകതരം ശബ്ദത്തോക്ക്. 4.5 അടി നീളമുള്ള PVC പൈപ്പാണ് ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം. ഇതിന്റെ പിൻഭാഗത്തെ മൂടി തുറന്ന് ഒരു ചെറിയ കഷ്ണം കാർബൈഡ് ഇട്ട ശേഷം അല്പം പച്ചവെള്ളം ഒഴിച്ച് മൂടി ഉടൻ തന്നെ അടയ്ക്കുന്നു.
പൈപ്പിനുള്ളിൽ രൂപപ്പെടുന്ന വാതകം ഒരറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ലൈറ്റർ ഉപയോഗിച്ച് ജ്വലിപ്പിക്കുമ്പോഴാണ് വെടിയൊച്ചയ്ക്ക് സമാനമായ ഉഗ്രശബ്ദം ഉണ്ടാകുന്നത്. ഈ ശബ്ദം കേൾക്കുന്നതോടെ മൃഗങ്ങളും പക്ഷികളും പരിഭ്രമിച്ച് ഓടിപ്പോകും. മൃഗങ്ങൾക്ക് യാതൊരുവിധ ശാരീരിക പരിക്കുകളും ഏൽക്കാതെ അവയെ തുരത്താനാവുമെന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പറയുന്നു. ഇത് ഏത് രീതിയിലുള്ള മൃഗങ്ങളിലെ വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. കാട്ടിലെ മൃഗങ്ങളായാലും കാട്ടുപന്നിയായാലും ആന അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളിലും ഓടിക്കാൻ പറ്റിയൊരു സാധനമാണ്. വർഷങ്ങളായി ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പാമ്പുകളെ പിടികൂടാനും അപകടത്തിൽപ്പെടുന്ന പക്ഷിമൃഗാദികളെ രക്ഷിക്കാനും മുൻപന്തിയിലുള്ള വ്യക്തിയാണ് പ്രബീഷ്. ഒരു സുഹൃത്താണ് വന്യമൃഗങ്ങളെ ഓടിക്കാൻ സഹായിക്കുന്ന ഉപകരണം സമ്മാനമായി നൽകിയത്. കാട്ടുപന്നി, കുരങ്ങൻ തുടങ്ങിയവയുടെ ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഈ തോക്ക് ഫലപ്രദമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. പഴയന്നൂർ ചീരക്കുഴി ഡാം കനാൽ പരിസരത്തു നിന്നും 3 വലമ്പാമ്പുകളെ പിടികൂടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ നിക്സൺ, സ്നേക്ക് റെസ്ക്യൂവർ KK രമേശ് എന്നിവരുടെ നേതൃത്വത്തിൽ മലമ്പാമ്പുകളെ പിടികൂടുകയായിരുന്നു. തൃശൂരിൽ നടന്നുവന്ന ദേശീയ ബധിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ജേതാക്കളായി. പഞ്ചാബ് 2ാം സ്ഥാനവും തമിഴ്നാട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡെഫ് ജനറൽ സെക്രട്ടറി G. സുരേഷ് കുമാർ നിർവഹിച്ചു. KC ഐസക്, മധു, ജോവാൻ, റാഫേൽ, ജോയ്, AJ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ശ്രീ കേരളവർമ്മ കോളേജിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. വാണിജ്യം. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ധനലക്ഷ്മി സെക്യൂരിറ്റീസിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് സർവീസ് ക്യാമ്പിന് തുടക്കമായി. തൃശൂർ AR മേനോൻ റോഡിൽ കുന്നത്തുമന ലൈനിൽ പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി സെക്യൂരിറ്റീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ആരംഭിച്ച ഇൻവെസ്റ്റേഴ്സ് സർവീസ് ക്യാമ്പ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി സെക്യൂരിറ്റീസ് MD R.Y. തീശ്വരൻ അയ്യർ, ഇൻവെസ്റ്റേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മ്യൂച്വൽ ഫണ്ട്സ്, ട്രേഡിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ധനലക്ഷ്മി സെക്യൂരിറ്റീസ് ഉത്തരവാദിത്വത്തോടെ നൽകി വരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് സർവീസ് ക്യാമ്പിന്റെ ഭാഗമായി മ്യൂച്വൽ ഫണ്ടിലും ഷെയർസിലും KYC അപ്ഡേഷൻ, നോമിനി അപ്ഡേഷൻ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ അപ്ഡേഷൻ കൂടാതെ നഷ്ടപ്പെട്ടു പോയ ഓഹരികളുടെ റിക്കവറി തുടങ്ങി നിരവധിയായ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാണെന്നും ഈ സുവർണാവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ R.Y. തീശ്വരൻ അയ്യർ പറഞ്ഞു. ഈ ന്യൂ ഇയറിൽ ജനുവരി 1 മുതൽ ജനുവരി 31 വരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളൊരു ഇൻവെസ്റ്റർ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റർ സർവീസ് ക്യാമ്പിൽ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സിലും ഷെയർസിലും KYC അപ്ഡേഷൻ, നോമിനി അപ്ഡേഷൻ, ഫാറ്റ്ക അപ്ഡേഷൻ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ അപ്ഡേഷൻ. അതുമാത്രവുമല്ല, നഷ്ടപ്പെട്ടു പോയ ഓഹരികൾ, IEPFലേക്ക് പോയിട്ടുള്ള ഓഹരികൾ റിക്കവർ ചെയ്യുന്ന നടപടികൾ, മരിച്ചുപോയവരുടെ പേരിലുള്ള യൂണിറ്റ്സുകൾ നഷ്ടപ്പെട്ടു പോവാതെ നോമിനിയുടെ പേരിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രക്രിയകൾ, അതുപോലെ നമ്മളുടെ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അൺക്ലെയിംഡ് ബോണസ്, അൺക്ലെയിംഡ് സ്പ്ലിറ്റ്, അൺക്ലെയിംഡ് ഷെയർസ് എല്ലാം റിക്കവറി, ഇതെല്ലാമാണ് ഞങ്ങൾ ഈ സർവീസ് ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പന്റെ മുതൽ കട്ടവർ രക്ഷപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും ജനീഷ്. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാത്തതിൽ ഗുരുവായൂരിൽ ഭക്തരുടെ പ്രതിഷേധം. ഭക്തർ ക്യൂ സംവിധാനങ്ങൾ തകർത്തു. ദർശനത്തിന് തുല്യനീതി ഉറപ്പാക്കണമെന്ന ആവശ്യം. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് സമീപത്തെ പറമ്പിലെ പുല്ലിന് തീപിടിച്ച് രാമച്ചകൃഷി കത്തി നശിച്ചു. അണ്ടത്തോട് സ്വദേശി ജനാർദ്ദനന്റെ 3 ഏക്കറോളം വരുന്ന രാമച്ചകൃഷിയാണ് കത്തി നശിച്ചത്. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് ഊട്ടുപാത്രങ്ങളും പൂജാ സാമഗ്രികളും കവർന്നു. ഗുരുവായൂരിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾ കടന്നൽ കുത്തേറ്റു. നെന്മനി മിച്ചഭൂമി കോളനിക്ക് സമീപം പുല്ലുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽ കൂട്ടം ആക്രമിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.